നേരത്തെ നമ്മൾ ചൂരൽമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ വെള്ളാർമല GVHS സ്കൂളുണ്ട്. യെസ്, ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയുണ്ട്. MLA, താങ്കൾക്ക് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? ചൂരൽമലയിലാണോ? ഞാന് ചൂരൽമലയിലല്ല, ഞാൻ തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവരം അറിഞ്ഞ ഉടനെ വെളുപ്പിന് പുറപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ പല സ്ഥലങ്ങളും ബ്ലോക്ക് ആയതുകൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ചൂരൽമല വലിയ ഭീകരാന്തരീക്ഷം എന്നുള്ളതാണ് കിട്ടുന്ന വിവരങ്ങള്. അവിടെ ഫോണിൽ കൂടി ബന്ധപ്പെട്ടപ്പോ നിരവധി ആളുകൾ മണ്ണിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനയാണ് വരുന്നത്. നിരവധി വീടുകളും മണ്ണിന്റെ അടിയിലേക്ക് ഒഴുകി പോയിട്ടുണ്ട്. ഒരു ഗൗരവമുള്ള ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇപ്പോ ചൂരൽമല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള സൂചനയാണ് കിട്ടുന്നത്. തീർച്ചയായും വളരെ ഗൗരവകരമായ ഒരു അവസ്ഥ തന്നെയാണ് MLA. അതായത് ഇപ്പോൾ നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ കഴിയുന്നത് ഈ വായുമാർഗമുള്ള രക്ഷാദൗത്യമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ള സമയം, എത്ര സമയം എടുക്കും നമുക്ക് ഈ മുണ്ടക്കൈയിലേക്ക് ഇവർ എത്തിച്ചേരാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ MLAക്ക് എന്തെങ്കിലും വിവരങ്ങൾ? ഇതിന്റെ അകത്ത് ഞാൻ അവിടെ MLA സിദ്ദിഖ് സ്പോട്ടിലുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം CM ആയി സംസാരിച്ച് മുഖ്യമന്ത്രി അതിനുള്ള അറേഞ്ച്മെന്റ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഈ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടുള്ളൊരു പ്രശ്നമാണുള്ളത്. പിന്നെ അതിൽ ഭീകരമായ മഴ തുടരുകയാണ്. താങ്കളൊക്കെ ഈ സന്ദർശിച്ച പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളുള്ള ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശം തന്നെയാണോ? അവിടെ ഒത്തിരി വീടുകളുണ്ട്, ഒരുപാട് വീടുകളുണ്ട്. എസ്റ്റേറ്റ് ഏരിയ ആണ്. പുത്തുമല ദുരന്തത്തിന്റെ കുറച്ചപ്പുറത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഒരു 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 വല്ലാത്തൊരു ഭീകര അന്തരീക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി വീടുകളുണ്ട്. മാത്രമല്ല എസ്റ്റേറ്റ് ഏരിയകളാണ്, പാവപ്പെട്ട കുടുംബങ്ങളാണ് നിരവധി. ഈ റിസോർട്ടുകളൊക്കെ ഉള്ള മേഖലയാണോ MLA അത്? ഇല്ല, റിസോർട്ടുകൾ ആ ഏരിയയിലെ റിസോർട്ടുകൾ വളരെ കുറവാണ്. ഓക്കെ. അതായത് താങ്കൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം, അതായത് അവിടെ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊക്കെ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടാകുമല്ലോ. അതിൽ നിന്ന് എന്താണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? അതിന്റെ ഒന്നും പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പൊ ഒരു വിവരം കിട്ടിയത് ഉമ്മയും ഉപ്പയും മരിച്ചു കിടക്കുന്നു. മകൻ ഒരു സ്ഥലത്തിൽ കാല് കുടുങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം ചെറിയ കുട്ടിയും 1-2 വ്യക്തികളും അമ്മയും അച്ഛനും ഒക്കെ വീടിന്റെ മേലെ അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തി. അപ്പൊ അങ്ങനെയുള്ളൊരു രക്ഷാപ്രവർത്തനം നാട്ടുകാരുടെ സാന്നിധ്യത്തില് അവിടെ നടക്കുമ്പോഴും നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും അതോടൊപ്പം തന്നെ സംവിധാനങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും ആദ്യത്തെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അവിടുത്തെ നാട്ടുകാരുടെ സാന്നിധ്യത്തിലാണ്. മിനിസ്റ്റർ, നേരത്തെ ഈ ചുരത്തിൽ കുറച്ച് മണ്ണിടിച്ചിലുണ്ടായതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു രക്ഷാദൗത്യം അവിടെ, ക്ഷമിക്കണം MLA, അവിടേക്ക് എത്തിച്ചേരുന്നതിലൊരു ബുദ്ധിമുട്ടുണ്ടാവുമോ? അത് ചുരത്തിൽ നമ്മളൊരു മണ്ണിടിഞ്ഞ് ഒരു സൈഡിൽ കൂടി മാത്രമേ വാഹനം കടത്തിവിടുന്നുള്ളൂ. ഞാൻ അതുകൊണ്ട് ഇപ്പുറത്ത് നാടുകാണി വഴിയാണ് ഞാൻ അങ്ങോട്ട് ഈ ചൂരൽമലയ്ക്ക് പോകുന്നതിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. നാടുകാണി ചുരം വഴി.